ശ്രീ റെജി ലൂക്കോസ് പറയുകയുണ്ടായി, 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ജില്ലകൾ, ജീവിക്കാൻ പരമസുഖമുള്ള ജില്ലകളായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. കൊച്ചി പോലുള്ള നഗരത്തിൽ ഒരു മാസം പെയ്യണ്ട, ഒരൊറ്റ ദിവസം മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. മഴയുടെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ മഴ പെയ്തതിന് ശേഷം റെജിയുടെ ആൾക്കാര് പിക്കാസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ മഴപൂർവ്വ കാലങ്ങൾ ചെയ്യേണ്ട പണികളുണ്ട്, അതൊന്നും ചെയ്യാതെ വെള്ളക്കെട്ടുകൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 3 ദിവസമായിട്ട് പല ചാനലുകളിൽ ഞാൻ നോക്കി, എല്ലാത്തിലും ഉള്ളത് വെള്ളക്കെട്ടുകളാണ്. അതുകൂടെ കേരള സർക്കാർ തെരഞ്ഞെടുത്തതല്ല. അതെ, അവര് എങ്ങനെ ആര് തെരഞ്ഞെടുത്താലും ശ്രീ റെജി ലൂക്കോസ് ആര് തെരഞ്ഞെടുത്തതിനെ പറ്റിയല്ല എന്റെ പരാതി. ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും ദയനീയമായ ഒരു അവസ്ഥ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ പ്രവാസികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഈ പാനലിസ്റ്റുകളിൽ പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാൻ ചെയ്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നു, കോടികൾ കൊണ്ടുവരുന്ന സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ അവസാനമായിട്ട് നമുക്കറിയാം, കോട്ടയത്തോ മറ്റോ നടന്ന ആ പ്രവാസി എന്താ അവസാനം? റോഡിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു, പഞ്ചായത്ത് പേപ്പർ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ പാർട്ടി, റെജി ലൂക്കോസിന്റെ പാർട്ടി അവർക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. അപ്പൊ ഒരു പ്രവാസി എങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക? എന്താണ് ഒരു ഫെസിലിറ്റി, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ പ്രവാസികൾക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ ഈ സമ്മേളനമൊക്കെ വിട്ടേക്ക്, നിങ്ങൾ 2 കോടിയോ 20 കോടിയോ എത്രയോ മണിക്ക് നിങ്ങൾ തുലക്ക്, നോ ഇഷ്യൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രവാസിക്ക് നാട്ടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, ഒരു വ്യവസായം തുടങ്ങാൻ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ്, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ നൽകുന്നത്? നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറയുന്നത് ചില സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്നവരുടെ പേര് പറയുന്നില്ല, ചില സംസ്ഥാനങ്ങൾ നല്ലതാണ്. നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഏകജാലക സംവിധാനം നടപ്പാക്കുന്നു. ഒരു പ്രവാസി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെ ഓടണ്ട. ഇത് കേരളത്തിൽ എന്താ അവസ്ഥ? മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാലും അവസാനം എന്തേലും ഒരു കാരണം പറഞ്ഞ് ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങി ആ പ്രവാസി ആത്മഹത്യയാണ്. എന്റെ നാട്ടിൽ കണ്ണൂർ സാജൻ ആത്മഹത്യ ചെയ്തു. എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ, നിങ്ങളുടെ അനുഭാവിയല്ലേ? ശ്രീ ഗോവിന്ദൻ മാഷയുടെ ഭാര്യയായിരുന്നില്ല അന്നത്തെ കോർപ്പറേഷന്റെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ? അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ നിങ്ങൾ കൊലക്ക് കൊടുത്തു. ഇപ്പൊ അവസാനം കോട്ടയത്ത് എന്താ ഉണ്ടായത്? ആ പ്രവാസി എന്താ ഉണ്ടായത്? റോഡിൽ കിടക്കേണ്ടി വന്നു.